മാത്യു ഡിഗ്രിക്ക് കോപ്പി അടിച്ചിട്ടുണ്ടോ? ഡിഗ്രി അല്ല, പ്രീ ഡിഗ്രി. പ്രീ ഡിഗ്രി അങ്ങനത്തെ സംഭവം ഉണ്ടോ? യെസ്, കോപ്പി അടിച്ചെന്നല്ല, ഞാൻ അങ്ങനെ ആ ഒരു അലിഗേഷൻ പേറി എന്നെ കോളേജിൽ നിന്ന് പുറത്താക്കി. അയ്യോ, ജസ്റ്റ് ട്രൂ ഫാക്റ്റാണ്. ഞാൻ 2ാം വർഷം പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ ഞാൻ ജീൻസ് ഇട്ട് ടീഷർട്ട് ഇട്ട് തല മുട്ടയടിച്ച് കയ്യിൽ ഒരു വളയുണ്ട്, ചരട് കെട്ടി ഇതൊക്കെ തൂക്കി ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ അങ്ങനെ പോകുന്ന സമയത്ത് പരീക്ഷ. പക്ഷേ എനിക്ക് ഐ വാസ് ഓവർ കോൺഫിഡൻറ്റ് വിത്ത് മൈ സ്റ്റഡീസ്. അപ്പോൾ ഇങ്ങനെ വന്ന് ഞങ്ങൾ പരീക്ഷ എഴുതാൻ, ഇംഗ്ലീഷ് പരീക്ഷ എഴുതായിരുന്നു. പിന്നെ പരീക്ഷയുടെ കാര്യത്തിൽ ഞാൻ റിസ്ക്കും ഒരിക്കലും എടുക്കത്തില്ല. അപ്പോൾ എനിക്കിങ്ങനെ എൻ്റെ മുമ്പിൽ നിന്ന് ഒരു പയ്യൻ്റെ കയ്യിലൊരു കടലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ടീച്ചർ, ആ ടീച്ചറിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. ഇറ്റ് വാസ് ഹെർ ഫസ്റ്റ് ഡേ ഓഫ് അപ്പോയിൻമെൻറ്റ്. ഷീ കെയിം ആൻഡ് ഐഡൻറ്റിഫൈഡ് ഹീസ് ഡൂയിങ് സംതിങ്. അപ്പോൾ അവനെ ടീച്ചർ എഴുന്നേറ്റ് നിർത്തി ഇങ്ങനെ പറയണം, താൻ കോപ്പി അടിക്കുന്നത്. അപ്പം എൻ്റെ ഓവർ കോൺഫിഡൻസിലും എൻ്റെ അന്നത്തെ ഇതിലും ടീച്ചറോട് ടീച്ചർ അവൻ പാവ ടീച്ചർ അവൻ അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് ടീച്ചറിനെ ആക്ഷേപിക്കുന്ന പോലെ ഞാൻ സംസാരിക്കുകയാണ്. ടീച്ചർ പോയി കഴിഞ്ഞപ്പോൾ ഇവൻ ഈ സാധനം കളഞ്ഞു. ഇതിപ്പോൾ എൻ്റെ മുമ്പിൽ വന്ന് ചാടി. ഞാനിങ്ങനെ ഇങ്ങനെ ചവിട്ടി പിടിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ആ എഴുതിക്കൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ എപ്പോഴും ഓർക്കണം, 4ാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടു. അപ്പോൾ ഐ മീൻ ആ ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ അവനോട് ചോദിച്ചു ഇത് ഏതാണ്. I had no intention. അല്ല, ഞാൻ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു മാക്സ് മുള്ളറുടെ എസ്സേ എന്ന് പറഞ്ഞു. ഞാൻ മാക്സ് മുള്ളറുടെ എസ്സേ എഴുതാൻ വേണ്ടി 4ാം നമ്പർ ഇട്ട് വെച്ചിരിക്കുകയാണ്. ടെംപ്റ്റേഷൻ എനിക്ക് തോന്നി എന്നുള്ള സത്യമാണ്. ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കി, കയ്യിലെടുക്കാനുള്ള ധൈര്യമില്ല എനിക്ക്. ഇത്ര വലിയ ധൈര്യശാലിയാണെങ്കിൽ കയ്യിലെടുക്കാനുള്ള ധൈര്യമില്ല. ഞാനപ്പോൾ ഇതിങ്ങനെ നോക്കി. അപ്പോൾ എനിക്ക് കുറേ സമയം പോയി. എനിക്ക് എഴുതാൻ പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. കൈകാലം വരച്ച് എനിക്ക് പറ്റത്തില്ല, എനിക്ക് അത് എടുത്തെഴുതാനുള്ള ശേഷിയില്ലാന്ന് എനിക്ക്. എൻ്റെ വെറുതെ നോക്കിയപ്പോൾ 5-8 മിനിറ്റും പോയി. അപ്പം ഞാൻ നോക്കി ആരുമില്ല. പിന്നെ ഇത് കളഞ്ഞേക്കാന്ന് ഓർത്തുകൊണ്ട് ഇങ്ങനെ തട്ടിയപ്പോഴാണ് ടീച്ചർ തൊട്ട് പുറകിൽ ഒരു സാരി നിൽക്കണം. ടീച്ചർ എടുത്തോളം പറഞ്ഞു. ടീച്ചർ ദെൻ ഇമ്മീഡിയറ്റ്ലി, ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, അങ്ങനെ അഹങ്കാരവും ധിക്കാരവും ഒക്കെ അല്ലെങ്കിൽ ആക്ഷേപവും പരിഹാസവും ഒക്കെ ആയിട്ട് നിന്ന ഞാൻ, ഐ ക്രംബിൾ ഡൗൺ ലൈക്ക് എനിത്തിങ്. ഐ വാസ് റിയലൈസിങ് മൈ ലൈഫ് ഈസ് സ്ലിപ്പിംഗ് ഔട്ട് ഓഫ് മൈ ഹാൻഡ്സ്. ഐ കുഡ് ഫീൽ ദാറ്റ്. ഐ ഫോൾഡഡ് മൈ ഹാൻഡ്സ് ആൻഡ് റിക്വസ്റ്റഡ് ഹർ. ഞാൻ ചെയ്തിട്ടില്ല ടീച്ചർ, എന്നെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞു. ബട്ട് ഷീ വാസ് വെരി അഡമന്റ്. ഷീ സെഡ് നോ. എൻ്റെ അളിയൻ ആ കോളേജിൽ പഠിപ്പിക്കുന്നതാണ്. എൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും ക്ലോസ്, എൻ്റെ ഫാമിലിയായിട്ട് അത്രയും ക്ലോസ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ്. പിന്നെ പെട്ടെന്നായിരുന്നു അല്ല, എൻ്റെയും കൺട്രോൾ പോയി. ഞാൻ പുറത്തിറങ്ങി. എനിക്ക് തോന്നുന്നു ഞാൻ എഴുതിയ പേപ്പർ നിരാശ കൊണ്ട് കീറിയോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഓക്കെ, എനിവേ ഇറ്റ് ഹാപ്പൻസ്. സോ ഐ വാസ് ഡിബാർഡ്. എൻ്റെ ലൈഫിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. ഇല്ല, അതല്ല, എൻ്റെ അപ്പച്ചൻ എന്ന് വെച്ചാൽ വളരെ ടഫ് പേഴ്സണാണ്. എൻ്റെ അപ്പച്ചനെ ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന മൂത്ത സഹോദരി മരിച്ചപ്പോൾ ഞാൻ അപ്പച്ചനെ കണ്ടിട്ടുണ്ട്. ഹി വാസ് നോട്ട് ഷെയ്ക്കൻ. എൻ്റെ സഹോദരി മരിച്ചു, അതായത് അപ്പച്ചൻ്റെ മോള് മരിച്ചപ്പോഴും ഞാൻ അപ്പച്ചനെ കണ്ടിട്ടുണ്ട്. അപ്പച്ചൻ അങ്ങനെ ക്രംബിൾ ഡൗൺ ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ എന്നെ കോപ്പി അടിച്ച് കോളേജിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞ് ഞാൻ ചെല്ലുമ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്ത അപ്പച്ചൻ വളരെ വയലൻ്റ് ആയിരിക്കും, റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നതാണ്. ലൈഫിൽ ആദ്യമായിട്ട് അപ്പച്ചൻ തകർന്ന്, മോനെ നീ എല്ലാം തകർത്തിടാന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചൊരു നിമിഷമുണ്ട്. അന്ന് ഞാൻ തീരുമാനിച്ചാണ് ഇതിൽ നിന്ന് എങ്ങനെയും തിരിച്ചു വന്ന് I would need to prove to the world. ഞാൻ JNU പോകാനുള്ള റീസൺ അതാണ്. I wanted to study in the best university in this country. I wanted to prove myself. I haven't done that. ഞാൻ അങ്ങനത്തെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നില്ല എന്ന്. എന്നെ അന്നും ഇംഗ്ലീഷ് പഠിപ്പിച്ച ടീച്ചറുണ്ട്, ഇന്നും ആ ടീച്ചറുണ്ട്. ടീച്ചർ വളരെ സങ്കടമായിരുന്നു. ടീച്ചറിൻ്റെ ക്ലാസ്സിലൊക്കെ ഞാൻ വളരെ മോശമായിരുന്നു, വളരെ അലമ്പായിരുന്നു, എല്ലാ തോന്നിവാസം കാണിച്ചിട്ടുണ്ടെങ്കിലും ഷീ ഗോട്ട് വെരി അപ്സെറ്റ് ദാറ്റ് എന്നെ പരീക്ഷ എഴുതാൻ സമ്മതിച്ചിട്ടാണ്. ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്, എനിക്കറിയാം അവൻ എങ്ങനെയാണെന്നുള്ളത്. വലിയ ചതിയാണല്ലോ മോളെ ചെയ്തതെന്ന് മറ്റേ ടീച്ചറോട് പറയുന്നത് ഞാൻ ഇപ്പോഴും എൻ്റെ ഇന്ന് കേട്ടാണ്. ഇറ്റ് വാസ് എ ഫാക്ട്. ഇറ്റ് ഹാപ്പൻസ്.